നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാണുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നമുക്ക് 4.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടാണ് നമുക്കിപ്പം ഡീറ്റെയിൽസ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പൊറ്റയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് അടുത്ത് പൊറ്റയിൽ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആക്സസ് വരുന്നത് തിരുമലയിൽ നിന്ന് പൊറ്റയിലോട്ട് വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ പാപ്പനംകോട് ടു മലയങ്കീഴ് വരുന്ന റോഡിൽ നിന്ന് കയറിയാൽ നമുക്ക് പൊറ്റയിൽ എത്താൻ പറ്റുന്ന ഒരു റൂട്ട് ആക്സസ് പോയിൻറ്റ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. പൊറ്റയിൽ റോഡിൽ നിന്ന് ഒരു 70 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്റ്റീരിയർ ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. ബസ് റൂട്ടിൽ നിന്നാണ് ഒരു 70-80 മീറ്റർ മാത്രം മാറിയിട്ട് വീട് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോട് നമുക്ക് കടക്കാം. കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടേജിലൊക്കെ നമുക്ക് എല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട്ടിൽ സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് വരുന്നത്. അപ്പം അത്രയും അടുത്താണ് നമുക്ക് നോർമൽ. ഇതൊരു ബഡ്ജറ്റഡ് വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ചൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. 4.5 സെൻറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. 1750 സ്ക്വയർ ഫീറ്റാണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഫ്രണ്ടിൽ തന്നുകൊണ്ടാണ് വീടെല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. എക്സ്റ്റീരിയർ ലുക്കിലൊക്കെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർ പാർക്കിൽ ഓപ്പൺ കാർ പാർക്കാണ്. കാർ പാർക്കിൻ്റെ അവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ വന്നുകൊണ്ടാണ് ഇതിൻ്റെ ഫിനിഷിങ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഫ്രണ്ടേജ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് പൈപ്പ് കണക്ഷനാണ് ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ ഹോം ലോൺ ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുന്നതാണ്. ഈ കാണുന്ന പോലെ തന്നെ സിറ്റ് ഔട്ടാണ്. ഒരു 10x4 സിറ്റ് ഔട്ടിൻ്റെ ഡൈമെൻഷൻ. വുഡൻ പാനലൊക്കെ അത് ചെയ്തുകൊണ്ടാണ് വോൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന പില്ലറും നമുക്ക് വുഡൻ പാനൽ വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫ്രണ്ട് ഡോർ മുഴുവൻ പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് പ്ലാവിൻ്റെ തടിയിൽ നമുക്ക് ഫ്രണ്ട് ഡോർ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. വാസ്തുപ്രകാരം തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും യൂസ് ചെയ്താണ് സിറ്റ് ഔട്ടിലെ ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ലിവിങ് ഏരിയ എല്ലാം ചെയ്തിട്ടുള്ളത്. 22x12 ലിവിങ് ഏരിയ ഡൈമെൻഷൻ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോക്സിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു TV യൂണിറ്റും നമുക്കിവിടെ വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. തടിയുടെ ഒരു ഫിനിഷിംഗാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് ഫോൾ സീലിംഗ് വർക്കായിട്ട് ചെയ്തേക്കുന്നത്. 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് വീടിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ലിവിങ് ഏരിയയുടെ വ്യൂ ഈ കാണുന്നത് പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് നേരെ ഡൈനിങ്ങിലോട്ട് പോകാം. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 10x10 ഡൈനിങ് ഏരിയ ഡൈമെൻഷൻ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് വാഷ് ബേസിൻ കൗണ്ടറിലായിട്ട് ചെയ്തിട്ടുള്ളത്. അതിനെ കൂടെ ചേർന്ന് തന്നെയാണ് നമുക്കൊരു ഓപ്പൺ കിച്ചൺ മോഡൽ വന്നിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് എൻട്രി കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റും എല്ലാം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് കിടക്കാം. 14x8 കിച്ചൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിങ്ങിൽ നല്ല കജേരയുടെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ്, നോർമൽ വുഡൻ വർക്ക് വരുന്ന ഒരു ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 14x8 കിച്ചൺ ഡയമെൻഷൻ. മോഡുലർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സൊക്കെ മുകളിലും താഴെയുമായിട്ട് പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസും അതുപോലെ തന്നെ സോക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ഫ്രിഡ്ജൊക്കെ പൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കായിട്ട് വന്നിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു ഹാൾ, ഒരു ഡൈനിങ് ഏരിയ, ഒരു കിച്ചൺ, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം. 14x10 റൂമിൻ്റെ ഡയമെൻഷൻ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂമും. ജോൺസന്റെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസൊക്കെ തന്നെ സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലും ആണ്, ഡിസൈൻഡ് ഗ്ലാസ്സിലാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെയർ മുഴുവനും നമുക്ക് ഗ്രിപ്ഡായിട്ടുള്ള സ്റ്റോണും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫർഗോള മോഡലും കാര്യങ്ങളെല്ലാം നമുക്ക് ടോപ്പിൽ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വരെ നമുക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്ക് വരുന്ന ഒരു സ്റ്റെയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഹാൻഡിൽസൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാൾ. 22x12 ഹാളിൻ്റെ ഡയമെൻഷൻ. നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഹാളെല്ലാം ചെയ്തേക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഒരു ഹാൾ, ഒരു ബാൽക്കണി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വീടിനകത്തുള്ള ഈ ഒരു റൂം ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ജോൺസന്റെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. ടൈൽസ് കാര്യങ്ങളെല്ലാം നല്ല വെരിഫൈഡ് ആയിട്ടുള്ള കജേരയുടെ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ജോൺസന്റെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അടുത്ത് നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ടാണ് പോകുന്നത്. 12x4 ബാൽക്കണിയുടെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ വലിയ ബാൽക്കണിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തൊക്കെ തന്നെ വേറെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ബാൽക്കണിയുടെ ഇവിടെ കാണാൻ കഴിയുന്നത്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് മുഴുവനും നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന
വാൾ ടൈലും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ടെറസിലോട്ട് പോകാനുള്ള സ്പേസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന വീടിൻ്റെ ആസ്കിങ് പ്രൈസ് നമുക്ക് വരുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. 4.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ആസ്കിങ് പ്രൈസ് വെറും 60 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.